ചാമ്പിക്കോ റോഷേ നേതാവേ ധീരതയോടെ നയിച്ചോളൂ, ഞങ്ങൾ കുറച്ചു പേർ പിന്നാലെ. മാണിക്ക മലരായ പൂവി മഹദിയാം റോഷമി. നമ്മളുടെ റോഷിന്റെ കല്യാണം കൂടാൻ പോവുകയാണ്. കല്യാണം കൂടാൻ പോകുമ്പോഴും സ്റ്റെത്ത് എന്തിനാ കഴുത്തില്ലേ? നിശ്ചയം, കല്യാണമല്ലോ കേട്ടോ, നിശ്ചയം. കല്യാണത്തിന് പോയാൽ ഞങ്ങൾ കൂടൂല, ആലപ്പുഴ വെച്ച കല്യാണം. സ്വപ്നങ്ങൾ പൂവണിയൊന്നൊരു സുലഭിത നാളല്ലേ. പക്ഷെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ് ഇട്ട് വരാത്തത്. ഫിദയുടെ നാട്ടിലാണ് കല്യാണം. എന്റെ കാര്യം പോക്കാണ് മക്കളെ. നമ്മുടെ രഞ്ജിഷ് ഡോക്ടർ പോവാൻ വൈകി. ഇനി റോഷിന്റെ കല്യാണത്തിന് എനിക്ക് പോകണമെങ്കിൽ കുറച്ച് വൈകുമല്ലോ. ചന്ദ്രടാ വരി. ദേവജി ബോസ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഒന്ന് കല്യാണത്തിന് പോവാന്. ഞങ്ങൾ ബോസിനെ കാത്തിരുന്നോണ്ടിരിക്കുകയാണ്. ബോസ് വന്നിട്ട് ഇവിടെ പോവാന്. ഇതാണ് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷന്റെ പ്രശ്നം. ഒരു കല്യാണം പോലും മര്യാദയ്ക്കൊന്നും കൂടാൻ പറ്റൂല അല്ലേ? എന്നാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവിടേക്ക് പോകും. രാത്രിയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കാതിരിക്കൂല, അത് ഉറപ്പാ. ഭാവിയിലെ മണവാട്ടികളാണ് നമ്മളെ കൂടെ നിന്ന് എല്ലാവരും പോരുന്നത്. ദേവജിയും ഞാനിവിടെയാണ് പോണത്. കൂടെ ഭാവിയിലെ മണവാട്ടികളും ഉണ്ട്. രാജഗിരിയുടെ മണവാട്ടികൾ, രാജഗിരിയുടെ മിക്കവാറും ഇവിടുത്തെ സിസ്റ്റർമാർക്കൊക്കെ കല്യാണം ഇവിടുന്നല്ല ഫിക്സാല് അല്ലേ? ഇവനാകെ വിഷമായി നിൽക്കുകയാണ് ഇവിടുന്ന്. നമ്മളൊക്കെ കല്യാണത്തിന് വണ്ടി ബുക്കായി പോയി. അപ്പൊ ഇവന് ബൈക്കെടുത്ത് വരികയെന്നല്ലേ? ദേവേട്ടിന് ഞാൻ ദേവേട്ടിനാ പോണേ. ചന്ദ്രേട്ടാ പാവത്തിന് കല്യാണം കൂടാനേ പറ്റുന്നില്ല. നിങ്ങളെ ഭാഗം നമ്മളെ ആശംസകളൊക്കെ പറയാം. ഞാൻ എടുക്കെടുക്ക് ഗിഫ്റ്റ് തുറക്കാതെ എടുക്ക്, കയ്യിൽ പിടിക്കും. നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് ഇങ്ങനെ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവേശത്തോടെ. എങ്ങനെയുണ്ട് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ്? പൊളി ഓക്കെ പൊളി. എങ്ങനെയുണ്ട്? കല്യാണ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് നോമ്പ് തുറന്നാളാണ്. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടില്ലേ? ആദ്യമായിട്ട് ചെറിയ ഓറഞ്ച് കഴിച്ചോണ്ട് നോമ്പ് തുറക്കുന്നത്. 200 തന്നെ. നോമ്പ് തുറക്കുകയാണ്. നോമ്പ് ഇവിടുന്ന് തുറക്കുകയാണ്. ഓക്കെ, ഓറഞ്ച് തുറന്നുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത്. ദേവജി മുറിക്കുന്നത്. നമ്മള് ഓഡിറ്റോറിയം മാറി എത്തിപ്പെട്ടത് ഒരു ബാറിന്റെ അടുത്തായി പോയി. വീണ്ടും തിരിച്ചു പോവുകയാണ്. എന്താ മാറിപ്പോയി? ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ് വിചാരിച്ചെടുത്തത് ബാറിലായി. അങ്ങനെ നമ്മള് കല്യാണ വീട്ടിലെത്തിയതുകൊണ്ടല്ലേ, കുറെ നാളായി എന്നെ കണ്ടിട്ട്. സുഖം. നിങ്ങളൊക്കെ ആദ്യം നേരത്തെ ഉണ്ടല്ലേ? എന്താണ് അമ്മച്ചിയാണ് സ്റ്റേജ് കഴിഞ്ഞ സൗണ്ട് ഉണ്ടോ? ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? വളരെ ആവേശത്തിലല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെ കഴിച്ചില്ല കഴിക്കാനുള്ള പുറപ്പാടണം. ട്രാൻസ്പോർട്ട് മന്ത്രി എന്താടാ നീ? സ്നേഹത്തിന്റെ സദ്യക്കടയിൽ എന്ത് ഭക്ഷണമല്ലേ? ഭക്ഷണമൊക്കെ നമ്മൾ മറന്നുപോയി. നോമ്പിന്റെ ക്ഷീണമൊക്കെ മാറിപ്പോയി. നോമ്പുണ്ടെന്നല്ല മറന്നല്ലേ? നല്ല അടിപൊളിയല്ലേ? ഉഷാർ. നമ്മള് ഫ്രൈഡ് റൈസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നല്ല ഗംഭീര ഫ്രൈഡ് റൈസ് ആണ്. ഐസ്ക്രീം കഴിക്കാല്ലേ? എന്നാ ഈ ഭക്ഷണത്തിന്റെ സെക്ഷൻ എത്തിയപ്പോ എന്നെ മേക്കപ്പ് ഒക്കെ മറന്നുവല്ലോ. അതല്ല എങ്ങനെ ഷാപ്പാടൊക്കെ ഉഷാറല്ലേടാ? കണ്ടിട്ടൊരു പ്രണവിന്റെ ലുക്ക് ഉണ്ടല്ലോടാ.
അല്ല പ്രണവിന് എന്റെ ലുക്കാണ്, പ്രണവിനും എന്റെ ലുക്കാണ്. അതാണ് പ്രശ്നം, അതുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കില്ല. അല്ലാത്ത ചേലായി പോയി. ഫോട്ടോ എടുക്കാൻ ലാസ്റ്റ് പുറത്തേക്ക് വരേണ്ടി വന്നു. ഏതായാലും ഷാപ്പാടിന്റെ ഇടയിൽ ഇവരുടെ ക്യാമറ കൂടെ ഒരു ഫോട്ടോ പതിനുള്ള പൂതി മറന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഫോട്ടോഗ്രാഫി വൈഭവമൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഗിംബലൊക്കെ നല്ല ഗംഭീര അല്ലേ. ചരിത്രത്തിൽ ആദ്യമായിട്ട് പുതുമണവാണനും പുതുമാണ്ടി വിട്ടിട്ട് നമുക്കൊരു പാട്ട് പാടി തരാൻ പോവുകയാണ്. ഒരു പരിപാടി രസമല്ലേ? മലയാളം ഇംഗ്ലീഷ് സോങ് സിംഗ് സം സ്പിരിച്വൽ സോങ്. ഓക്കെ, മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നീ പഠിക്കാം ഒരു ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ്. ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ ഞങ്ങൾ എത്തുന്നില്ലേ? എന്റെ വീട് ഇത്ര ഓണങ്കര മൂലയിലാണ്, ഞങ്ങൾ ഇങ്ങോട്ട് ആക്കൂലായി.